വ്യവസായ മന്ത്രി പി രാജീവ് ഇപ്പോൾ നമ്മോടൊപ്പം തത്സമയമുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ സർവ്വമത പ്രാർത്ഥനയോടെ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. തിരച്ചിൽ എപ്പോഴും തുടരുന്നുണ്ട്. നാളെ ഇപ്പോൾ കടന്നു ചെല്ലാനാകാത്ത മേഖലകളിൽ, അതായത് കൂടുതൽ ദുർഘടമായ സ്ഥലങ്ങളിലുള്ള തിരച്ചിലിലേക്ക് കടക്കുന്നു എന്നാണ് അറിയിക്കുന്നത്. നമ്മൾ ഈ നഷ്ടം എങ്ങനെയൊക്കെയാണ് കണക്കാക്കുന്നത്? എങ്ങനെ വയനാടിനെ വളരെ വേഗത്തിൽ പഴയ രൂപത്തിൽ എത്തിക്കാനാകും, പുനർജനിപ്പിക്കാനാകുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൽ സർക്കാരിന് ഒറ്റയ്ക്ക് സാധിക്കില്ല. ഒരുപാട് പേരുടെ ഒരുമിച്ച് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ സർക്കാർ എങ്ങനെയാണത് വിഭാവനം ചെയ്യുന്നത്, മിനിസ്റ്റർ? ഇതുവരെ നമ്മൾ രക്ഷാപ്രവർത്തനങ്ങളിലാണ് പൂർണ്ണമായും കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നാളെ ഇപ്പോൾ ചാലിയാർ കേന്ദ്രീകരിച്ചിട്ട് ഒരു വലിയ സംവിധാനത്തിലൂടെ പരമാവധി നമ്മൾ ഒരു ശ്രമം കൂടി നടത്തുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് വയനാടിനെ, ഈ മേഖലയെ ആകെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അവശേഷിക്കപ്പെട്ട ആളുകൾ അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ നിന്ന് അവരെ പതുക്കെ മാറ്റി ജീവിതത്തിൻ്റെ സജീവതകളിലേക്ക് കൊണ്ടുവരണം. അവർക്ക് തിരിച്ചു ചെല്ലാൻ പറ്റുന്നൊരിടം ഇപ്പോഴില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോഴുള്ള സ്ഥലവും ഇത്തരത്തിലുള്ള ഭീഷണികൾ നിലനിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം ഭീഷണികളൊന്നുമില്ലാത്ത, മുന്നറിയിപ്പുകളില്ലാത്ത ഒരു പ്രദേശം നമുക്ക് കണ്ടെത്തി അത് ഒരു പുതിയ ടൗൺഷിപ്പായി വികസിപ്പിക്കേണ്ടതുണ്ട്. അതാണ് മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയത്. ശാസ്ത്രീയമായ ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടൗൺഷിപ്പാണ് ഇപ്പോൾ സർക്കാർ വിഭാവനം ചെയ്യുന്നത്. അത് ആ പ്രദേശത്തുള്ള ആളുകളുടെ അഭിപ്രായം പരിഗണിച്ചും വിദഗ്ധ അഭിപ്രായങ്ങൾ, സമൂഹത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള വരുന്ന നിർദ്ദേശങ്ങൾ, സഹായങ്ങൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ്, ഒരു പുനർനിർമ്മിതി. മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പുതുതായി നിർമ്മിച്ചെടുക്കുകയാണ്. അതാണ് സർക്കാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അവസാന രൂപങ്ങളിലേക്കാണ് വരുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ നാട് ലോകത്തിന് തന്നെ മാതൃകയാകാവുന്ന രൂപത്തിൽ ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടോടെയാണ് രംഗത്തിറങ്ങിയത്. സർക്കാർ സംവിധാനങ്ങൾ, അതുപോലെ സേനാ സംവിധാനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ജനപ്രതിനിധികൾ, മാധ്യമങ്ങൾ എല്ലാവരും ഒരേപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി. നമുക്ക് ഈ സംഭവം ഉണ്ടായി 1 മണിക്കൂറിനകത്ത് തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻ തുടങ്ങാൻ കഴിഞ്ഞു. എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിക്കാൻ കഴിഞ്ഞു. മനുഷ്യസാധ്യമാകുമ്പോഴെല്ലാം നമ്മളെല്ലാവരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേ മനസ്സോടുകൂടി അതേ രൂപത്തിൽ തന്നെ നമുക്ക് ഈ പുനർനിർമ്മാണ പ്രവർത്തനവും റീബിൽഡിൻ്റെ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള വിശദമായ പദ്ധതികൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൻ്റെ കൂടി ഒരു സ്വീകാര്യതയുള്ള ഒരു പരിപാടിയായിട്ടായിരിക്കും അത് നടപ്പിലാക്കുക.